നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല വീഡിയോസ് കേൾക്കുന്നുണ്ട്, പല വോട്ടിംഗ് റിസൾട്ട്സ് വരുന്നുണ്ട്. അതായത് ഹോട്ട്സ്റ്റാർ വോട്ട് പ്രകാരം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പുറകിലോട്ട് പോയി, അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മുന്നിലോട്ട് വന്നു. ഞാൻ ചോദിക്കുവാണ്, അത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇത്രയും ആഴ്ചകളായി, നമ്മളിപ്പോൾ ഫിനാലെ വീക്കിൽ വന്ന് നിൽക്കുവാണ്. പെട്ടെന്ന് വോട്ടിങ്ങിൽ ഒരു ട്വിസ്റ്റ്. കാരണം നമുക്കറിയാം എല്ലാ കണ്ടസ്റ്റൻസിനേക്കാളും ഒരുപാട് വോട്ട്, അതായത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം അത്രയ്ക്കും വോട്ടിന് മുന്നിലായിരുന്നു ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. സോ ഈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ ലാസ്റ്റ് നിമിഷത്തില് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ? കുറച്ചധികമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. അപ്പൊ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ചാനല്. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സുകൾ ഞാൻ പറയാൻ കാരണം, വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം കുറേ അധികം മെസ്സേജസ്, ആളുകൾ ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അർജുനാണ് ഫ്രണ്ടില്, അർജുനാണ് കൂടുതൽ വോട്ട്. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ തുടങ്ങി ഇത്രയും ദിവസമായിട്ട് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഷോയില് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്? കാരണം നമുക്കറിയാം ലാസ്റ്റ് വീക്ക് വരെ എല്ലാവരും പറയും ജാസ്മിൻ ജിൻഡോ, ജാസ്മിൻ ജിൻഡോ. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ജയിക്കാൻ, അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ജിൻഡോയുടെ ഒരു അടുത്തുപോലും ജാസ്മിന് വോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ലാസ്റ്റ് വീക്ക് മാത്രം അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രമാത്രം ആളുകൾ സ്നേഹിച്ച് വോട്ടിംഗ് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റാണ്? പറഞ്ഞു പരത്തുന്ന കുറെ കഥകളുണ്ട്. അതായത് എവിക്റ്റായ കണ്ടസ്റ്റൻസിന്റെ വോട്ടൊക്കെ അർജുനും ജാസ്മിനും ഒക്കെ ഷെയർ ചെയ്തു പോകുന്നുണ്ട്. അത് കാരണം അവരുടെ വോട്ടിംഗ് ശതമാനം ഉയരുന്നുണ്ട്. ഞാൻ ചോദിക്കാണ്, എല്ലാവരും കൂടി എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു കണ്ടസ്റ്റന്റിന് അർജുന് തന്നെയൊന്നും വോട്ട് ചെയ്യത്തില്ലല്ലോ. പക്ഷേ അർജുൻ അല്ലെങ്കിൽ എവിക്റ്റായ എല്ലാവരുടെ പെർസെന്റേജ് എടുത്താലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരുപാട് മുന്നിലായിരുന്നു. ഒരുപാട് മുന്നിലായിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഈ അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് എത്രമാത്രം നല്ല കമന്റ്സ് ഈ 2-3 ദിവസം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുള്ള മിക്ക കമന്റ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല. പക്ഷെ സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അർജുൻ അല്ലെങ്കിൽ ശ്രീധുവിനെയും കൂട്ടിയേ പറയാറുണ്ട്. അർജുൻ, ശ്രീധു എങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നിലനിന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഗെയിമും കളിക്കാതെ, ഒന്നും തന്നെയില്ല, ഒരു കാര്യമില്ല, ഒരു കാര്യത്തിലും ഒരു നിലപാടില്ല, പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതെ നിന്ന ഈ കണ്ടസ്റ്റൻസ് ഇത്ര ദിവസം ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ പിടിച്ചു നിന്നു? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുനെയൊക്കെ പല ആളുകളും അർജുന വാഴയായി നിൽക്കുന്നു തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരു വ്യക്തിനെ ഡിഗ്രേഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കുറിച്ചും ഇല്ലാത്ത ഒരു കാര്യമല്ല പറയുന്നത്. പല കമന്റ് ബോക്സിലും അർജുനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കമന്റുകൾ തന്നെയാണ് ഈ പറയുന്നത്. പെട്ടെന്ന് ഈ കമന്റുകളൊക്കെ മാറി പറഞ്ഞ് അർജുൻ ജയിക്കണം, അർജുൻ മുന്നോട്ട്, അർജുൻ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുന്നുണ്ടോ? ബോട്ട് കമന്റ്സ്, ബോട്ട് ലൈക്സ് എന്നൊക്കെ ഞാൻ പറയും. അതായത് പർപ്പസ്ഫുള്ളി അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വിജയിപ്പിക്കാൻ വേണ്ടി, ജിൻഡോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ തകർക്കാൻ വേണ്ടി ആരൊക്കെയോ കളിക്കുന്ന കളികളുടെ അതിന്റെ ഒരു ഫലം അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുന്ന ഷോ വിജയിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു വ്യക്തികൾ പോലും അടുത്ത വർഷം തുടങ്ങി ഈ വൃത്തികെട്ട പരിപാടി കാണാൻ വേണ്ടി ഇരിക്കരുത്. കാരണം അത്രയ്ക്കും പ്രേക്ഷകർക്ക് പുല്ല് വില കൊടുക്കുന്ന ഒരു ഷോയായി പിന്നീട് ഈ ബിഗ് ബോസ് ഷോ മാറും. അതിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരിക്കലും പെട്ടെന്ന് ബിഗ് ബോസ് ഷോയിൽ വന്ന് ആകെ ക്യൂട്ട്നെസ് വാരി വിതറി ജനങ്ങളെ കയ്യിലെടുത്ത് അങ്ങനെ ജനപ്രീതി നേടിയത് അല്ലെങ്കിൽ അങ്ങനെ ജനപിന്തുണ കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് അല്ല. സാധാരണ മനുഷ്യൻ. എനിക്ക് ജിൻഡോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ ഞാൻ ആദ്യമായി കാണുന്നത് ഈ ബിഗ് ബോസ് ഷോയിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ്. അങ്ങനെ ഒരു സാധാ മനുഷ്യനായി വന്ന് പിന്നീട് താൻ ചെയ്ത ഓരോ പ്രവർത്തികളിൽ നിന്ന്, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്, എന്താണ് ഈ ബിഗ് ബോസ് ഷോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പടിപടിയായി ഈ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ. അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഡീഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി പർപ്പസ്ഫുള്ളി എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളൊന്നും ജിൻഡോയെ വെറുക്കാത്തത്. ജിൻഡോയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും വീഡിയോകൾ ഇട്ട് എന്നെയൊക്കെ എത്ര വീഡിയോയുടെ താഴെ വന്നിട്ട് PR
വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാഗത്ത് ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ അയാൾ ചെയ്ത കാര്യങ്ങളിൽ നമുക്കൊരു ജെനുവിനിറ്റി തോന്നിയിട്ടാണ്. സത്യം പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ഈ വോട്ടിംഗ് ശതമാനമൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്ക് ശരിക്കും കലിപ്പാകും. കാരണം ഡേ 1 തൊട്ട് കഷ്ടപ്പെട്ട് ഓരോ ഗെയിം കളിച്ച് തന്റെ നിലപാടുകൾ ശക്തമായി പറഞ്ഞ് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്ന ജിൻഡോയെ പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമേഴ്സ് ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും തന്നെ ചെയ്യാതെ വെറും ഒരു വാഴ, ബിഗ് ബോസ് ഹൗസിൽ 10 വാഴനി 11ാമത്തെ വാഴയായി നിന്ന കണ്ടസ്റ്റൻസ് ഒക്കെ മുന്നോട്ട് വന്ന് ഇപ്പൊ കപ്പടിക്കുന്നത്, അത് പല ആളുകള് പർപ്പസ്ഫുള്ളി ചെയ്തു കൂട്ടുന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഈ അർജുനെ പോലുള്ള ആളുകളൊക്കെ കപ്പടിക്കാൻ തുടങ്ങി. ഈ ഷോക്ക് എന്ത് വിലയാണുള്ളത്? അല്ലെങ്കിൽ ഈ ഷോ കാണുന്ന ജനങ്ങൾക്ക് എന്ത് വിലയാണ് ഇതുപോലെയുള്ള ബിഗ് ബോസ് നടുന്ന ആളുകളും തരുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. അയാള് എന്തെങ്കിലും ഒരു കാര്യത്തില്, ഇപ്പൊ നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന ജിൻഡോയല്ല, ജിൻഡോ വളരെയധികം സൂക്ഷ്മമായി കാര്യങ്ങളെ വീക്ഷിച്ച് തന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും വരാതിരിക്കാൻ വേണ്ടി, തന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നിട്ട് ഈ ഷോയിൽ നിന്ന് ജിൻഡോനെ പുറത്താക്കാൻ ഒരു ചാൻസ് ബിഗ് ബോസിന് കൊടുക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ കഴിയുന്നത്. അപ്പോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും സ്ട്രോങ് ആയി അകത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിൻഡോയുടെ ഓരോ കാര്യങ്ങളിലും ജിൻഡോടൊപ്പം ഫുൾ സപ്പോർട്ടായിട്ട് ഈ കേരളം മൊത്തം, അല്ലെങ്കിൽ ഈ ഷോ കാണുന്ന എവിടെയൊക്കെ മലയാളികളുണ്ടോ, അല്ലെങ്കിൽ മലയാളികൾ എന്ന് മാത്രമല്ല നമുക്കറിയാം ഈ ഷോ വേൾഡ് വൈഡ് ആളുകൾ കാണുന്നുണ്ട്, അവരൊക്കെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടും ജിൻഡോ തോൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ഇതിൽ നടക്കുന്നത് വെറും കള്ളക്കളി, ഇതിലൊരു സംശയം വേണ്ട. എത്രമാത്രം ആളുകൾ കുത്തിയിരുന്ന് വോട്ടടിച്ച് വോട്ട് കയറ്റിയാലും ഇവിടെ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ജയിക്കാൻ 0% ചാൻസ് ഉള്ളൂ. കള്ളത്തരം കാണിക്കാതെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ വോട്ട് ചെയ്ത് അർജുൻ ഒരിക്കലും മുന്നോട്ട് വരില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി തോൽക്കണമെങ്കിൽ ബിഗ് ബോസ് ചതിച്ചു തോൽപ്പിക്കണം. അല്ലാതെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു നിലയ്ക്കും തോൽക്കാൻ ഒരു ചാൻസ് ഇല്ല. ഒരു ചാൻസ് ഇല്ല. കാരണം ലാസ്റ്റ് വീക്ക് വരെ ഇത്രമാത്രം വോട്ടുമായി മുന്നോട്ട് പോയ ജിൻഡോയെ തകർക്കണമെങ്കിൽ അത്രമാത്രം പിന്നാമ്പുറ കളികൾ തന്നെ വേണം. പല കഥകളും കേൾക്കുന്നുണ്ട്, പല അണ്ണന്മാരും ഇറങ്ങിയിട്ടുണ്ട് പൈസ കൊടുത്ത് കണ്ടസ്റ്റൻസിനെ വോട്ട് പിടിക്കാൻ, എസ്പെഷ്യലി അർജുനൊക്കെ. നമുക്കറിയാം പരസ്യമായി വന്ന് പല കണ്ടസ്റ്റൻസും ചില ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത്, നമ്മുടെ സിജോയൊക്കെ അർജുനെ സപ്പോർട്ട് ചെയ്ത് ഇല്ലാത്ത നുണകൾ തള്ളുന്നത് കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ഈ സിജോ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം സിജോ അത്രയ്ക്കും ആത്മാർത്ഥമായി അർജുനുമായി അത്ര വലിയൊരു ആത്മബന്ധമായിരുന്നെങ്കിൽ ആ ബന്ധം നമ്മളും കാണണമായിരുന്നു. നമ്മളൊക്കെ ഈ ലൈവൊക്കെ ഇരുന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാ. ഒരു സീനിലും അർജുനനും സിജോയുമായി ഇതുപോലെയൊന്നും കെട്ടിപ്പിടിച്ചിരുന്ന് സംസാരിച്ച് ഇത്രയും ഒരു സ്നേഹബന്ധം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇറങ്ങി വരുമ്പോ സിജോയൊക്കെ പെട്ടെന്ന് ഉൾട്ടടിച്ചതേ അർജുന്റെ മാല എന്റെ കഴുത്തിൽ എന്റെ നെഞ്ചത്തെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇതിന്റെ പിറകില് അത്യാവശ്യം നല്ല കളികൾ ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. കളിക്കും. അത്രയ്ക്കും നാറിയ ചില ആളുകളാണ് ഇതിന്റെ പിറകിലുള്ളത്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരു ജനങ്ങളും പിറകിലോട്ട് പോകരുത്. പല ന്യൂസുകളും വരും, ജിൻഡോ പുറകിലാണ്, അത്ര വോട്ട് ഫ്രണ്ടിലാണെന്നൊക്കെ പറഞ്ഞ് പലതും വരും. ഇതൊന്നും വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെയും തകർക്കാൻ പാടില്ല. അവസാനം വരെ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം വോട്ട് കൊടുക്കുക. ഇപ്പൊ ഒരു വോട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരോടും പറഞ്ഞ് മാക്സിമം വോട്ട് കൊടുത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിനെ മുന്നിൽ എത്തിക്കുക തന്നെ വേണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള അനീതിക്കെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിറകിലോട്ട് പോകരുത്. ആരും സ്ട്രോങ് ആയി ആ 100 ദിവസം തികയുന്നത് വരെ ജിൻഡോയുടെ കൂടെ തന്നെ വേണം. ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് ചെയ്യണം. മാക്സിമം സപ്പോർട്ട്. എന്നാണെങ്കിലും നിങ്ങൾ നോക്ക്, ഇപ്പൊ ഒരു ടാസ്ക് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, മരിക്കാൻ പേടിയുണ്ടോ, ആരെങ്കിലും പെട്ടെന്ന് ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ധൈര്യമായി പറയുന്നുണ്ട്, എനിക്കൊരു വിരല് മതി, ഞാൻ അവരെയൊക്കെ. അതായത് ബിഗ് ബോസ് ചോദിച്ച ക്വസ്റ്റിനെ കൃത്യമായി ബിഗ് ബോസിന് മറുപടി കൊടുത്ത്
ബിഗ് ബോസിന് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ട്രോളി കൊടുക്കുന്നുണ്ട് ജിൻഡോ. അപ്പൊ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അത്രയും സ്ട്രോങ് ആയി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളും കട്ട സപ്പോർട്ടായിട്ട് ജിൻഡോയുടെ കൂടെ തന്നെ വേണം. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ മറക്കരുത്. മാക്സിമം വോട്ട് എല്ലാ ദിവസവും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവരും നമ്മുടെ ജിൻഡോ പ്രോയ്ക്ക് ഒരു ജയ്യൊക്കെ വിളിച്ചിട്ട് വേണം നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.